ഇത്രയും നേടി. പക്ഷേ മനസ്സിനൊരു സമാധാനവുമില്ല. അമ്മേ, എനിക്ക് വിശക്കുന്നു. കുറച്ചു നേരം കൂടി മോളെ. ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ മുഖം എന്റെ പഴയ ജീവിതം പോലെ. കുട്ടികളെ, നാളെ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാവരും കളർ ഡ്രസ് ഇട്ട് വന്നാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് പുതിയ ഷർട്ട് വാങ്ങി. എനിക്ക് ചുവപ്പ് ഡ്രസ്. അമ്മേ, എനിക്കും ഒരു കളർ ഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ. അടുത്ത വർഷം വാങ്ങാം മോനെ. ഇന്ന് എല്ലാവരും കളർ ഡ്രസ് ഇടും. ഞാൻ മാത്രമായിരിക്കും യൂണിഫോം ഇടുന്നതുമായ. നിന്റെ ഈ ഉടുപ്പ് കാണാൻ നല്ല രസമാണല്ലോ. ഇതെന്റെ അമ്മ മേടിച്ചു തന്നതാണ്. കൊള്ളാം. അപ്പു വീണ്ടും യൂണിഫോമിൽ തന്നെയാ. ഇവന് കളർ ഡ്രസ് ഇല്ല. അപ്പു, നീ എന്താ ഇന്ന് യൂണിഫോം ഇട്ട് വന്നത്? മഴ പെയ്തപ്പോ അലക്കിയിട്ട് എന്റെ കളർ ഡ്രസ് ഒന്നും ഉണങ്ങിയില്ല. ഇത് അപ്പുവിന് ടീച്ചറുടെ ചെറിയ സമ്മാനം. ടീച്ചറെ, ടീച്ചറെ, ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ? വരൂ, ക്ലാസ്സിൽ കയറിക്കോളൂ. രാജീവ്, താഴെ സിഗ്നലിനടുത്ത് നിൽക്കുന്ന ആ അമ്മയും കുട്ടിയും കണ്ടോ? അതെ സർ, കണ്ടു. വേഗം അവരെ പോയി കാണുക. ആ കുട്ടിക്ക് ആവശ്യമായ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവർക്ക് വേറെ എന്തൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് ചോദിച്ചറിയണം. എല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് ചെയ്യണം. ശരി സർ.